ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനം കൊണ്ടാണ് ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. നമുക്ക് എപ്പോഴും അടുക്കളയിലൊക്കെ നമുക്ക് എല്ലാ വീടുകളിലും കാണുന്നതാണിത്. നമുക്ക് ഈ ഹെയർ മാസ്ക് ഇത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഒരുപാട് ഡാൻഡ്രഫ് വന്നവർക്ക് അത് ഒരുപാട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്തിട്ടും മാറാത്തവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മുടി പൊഴിച്ചുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇനി നല്ലതായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിതിപ്പം മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് കാണിക്കാം. ഞാനിതിപ്പം ചതച്ച ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് ഇത്ര കണക്കൊന്നൊന്നുമില്ല. നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ എടുത്താൽ മതി വെള്ളം. ഇത് ഞാൻ ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവിൽ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. അത് ഗ്യാസ് ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ വറ്റി നമുക്ക് കറക്റ്റ് തോന്നും. പക്ഷേ ലോ ഫ്ലെയിമിലാകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു ജ്യൂസൊക്കെ കറക്റ്റായിട്ട് ഈ വെള്ളത്തിലോട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിടാൻ പറയുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പം ഈ ഒരു പരുവത്തിലോട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു ബ്രൗൺ കളറാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പം നമുക്കൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഇത് അരിച്ച് മാറ്റാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു ബൗളിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഡാൻഡ്രഫ്, അതുപോലെ തന്നെ ഫംഗൽ ബാധ, അതുമൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ, മുടി പൊഴിച്ചിൽ, മുടി കിളിക്കാതിരിക്കൽ, അതിനൊക്കെ നല്ലതാണ്. ഈ ജിഞ്ചർ ജ്യൂസ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിലുള്ള അണുബാധയ്ക്കൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ജിഞ്ചർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള ഇതിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോളിനാണ് ഇതിന് കാരണം. നമ്മുടെ അസിഡിറ്റിക്കൊക്കെ നമുക്കിതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ. നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരുവിധ എല്ലാ പ്രശ്നത്തിനും ഇത് നല്ലതാണ്. ഇതൊരു ആൻറ്റി ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന അണുബാധയൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കും. നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണം. ഇഞ്ചി ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി കൊണ്ടുള്ള എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചില ആളുകൾക്കൊക്കെ ഇഞ്ചി അലർജിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ബാക്ക് സൈഡും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.